നമ്മുടെ കോറിഡോർ വരുന്നത്. കോറിഡോറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കുകൾ നമ്മൾ കോറിഡോറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോറിഡോറിൻ്റെ രണ്ട് സൈഡിലും, അതായത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ പൈപ്പുകൾ പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈഡിലൂടെ ഇലക്ട്രിക്കൽ പൈപ്പുകളും ഇലക്ട്രിക്കൽ വയറിങ്, അതായത് റൂംസിൽ നിന്ന് നമുക്ക് ഇറങ്ങി വരുന്ന സർക്യൂട്ടുകളും, വലത് സൈഡിൽ നമ്മുടെ CAT 6 കേബിൾ, അതായത് ELV പാർട്ട്, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ELVയുടെ കംപ്ലീറ്റ് പാർട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്കിടെയും റൂംസിൻ്റെ എല്ലാം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കിടെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ക്രോസ് ഓവറുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ സൈഡിലെ റൂംസിൻ്റെ കേബിൾ ക്രോസ് ഓവർ ചെയ്ത് ഈ ഒരു സൈഡിലേക്ക് ഇറങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഈ രണ്ട് ഇപ്പോൾ ELV പാർട്ടും LV പാർട്ടും നമുക്ക് ഒരുമിച്ച് ഒരു സൈഡിലേക്ക് വലിക്കാൻ പാടില്ല. കാരണം അത് പ്രോബ്ലംസ് വരും. അതിൻ്റെ ഇൻഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ അത് ഒരുമിച്ച് വലിക്കാത്തത്. പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതെന്താണ് സാധനം, നമ്മൾ അങ്ങനെ അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഫയറിൻ്റെ സ്പ്രിംഗ്ലർ പോയിൻ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫയർ പോയിൻറ്റ്സ് ആണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് സീലിങ്ങിനനുസരിച്ച് എവിടേക്ക് വേണമെങ്കിലും നീക്കി വയ്ക്കാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്ലെക്സിബിൾ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സീലിങ്ങിന് ശേഷം അറേഞ്ച് ചെയ്യാൻ പാകത്തിന് നമ്മൾ അത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രം നോർമലി നമ്മൾ യൂസ് ചെയ്യാറ് ഇവിടെ നിന്ന് വെൽഡ് ചെയ്ത് നേരെ പൈപ്പ് താഴത്തേക്ക് ഇറക്കിയിട്ട് നമ്മൾ സീലിംഗ് ഹൈറ്റ് അനുസരിച്ച് ചെയ്യാറാണ് പതിവ്. നമുക്കിവിടെ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും, സൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഒന്നുകൂടി കാണിച്ചു തരാം, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് മെയിൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂംസിൽ നിന്നുള്ള സർക്യൂട്ടുകളെല്ലാം ഇറങ്ങി വരും. പിന്നെ നമ്മുടെ ELV പാർട്ട് നോക്കുവാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ കോറിഡോർസിലെ ലൈറ്റ് പോയിൻറ്റുകളാണ്. കോറിഡോറിലെ ലൈറ്റ് പോയിൻറ്റുകൾ വരും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കണ്ട ഈ ഫ്ലെക്സിബിൾ വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് റൂംസിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ടെലിഫോൺ, അതുപോലെ TVയുടെ കേബിളുകൾ, ടെലിഫോണുകൾ, അങ്ങനെയുള്ള CAT 6 ELV പാർട്ടുകൾ വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്ന മറ്റൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിൽഡിങ്ങിൽ സിഗ്നൽ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സിഗ്നൽ ബൂസ്റ്റിങ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇതാണ് ആ കാണുന്ന കേബിൾ. സിഗ്നൽ ബൂസ്റ്റിങ്ങിൻ്റെ ഒരു കേബിൾ നമുക്ക് വരുന്നുണ്ട്. പിന്നീടുള്ളത് സ്മോക്കിൻ്റെ കാര്യമാണ്. ഇത്രയാണ് നമുക്ക് കോറിഡോറിൽ വരുന്ന സർവീസുകൾ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ CAT 6 കേബിൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന, ഇതാണ് നമ്മുടെ CAT 6 കേബിൾ. ഓക്കെ, നമ്മുടെ നോർമൽ കേബിൾ പോലെയല്ല, ഇതാണ് നമ്മുടെ CAT 6 കേബിൾ.